മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഒരക്ഷരം പോലും മിണ്ടരുത്. അങ്ങനെ മിണ്ടുന്ന വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാർഡുകൾ ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണം ദേശാഭിമാനിയിൽ നിന്ന്, കൈരളിയിൽ നിന്ന്, അതുപോലെ തന്നെ ന്യൂസ് മലയാളം 24x7 ചാനലിൽ നിന്ന്, റിപ്പോർട്ടർ ചാനലിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ തന്നെ വാർത്തയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാർഡുകൾ അവർ സൃഷ്ടിക്കും. എന്നിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും. പ്രധാനമായിട്ടും വി.ഡി. സതീശൻ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ. ഒരു മത്സ്യത്തൊഴിലാളിയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ മത്സ്യത്തൊഴിലാളിയുടെ മകൾ രോഷം പ്രകടിപ്പിക്കുന്ന ഒരു വാർത്ത. അതുപോലെയുള്ള ഈ പറയുന്ന പെൻഷൻ അത് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാർഡുകളെല്ലാം തന്നെ നീക്കം ചെയ്യുന്നു. ഇത് കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്ന് മെറ്റയുമായി കൂടി ആലോചിച്ച് ചെയ്യുന്നു. അങ്ങനെ വി.ഡി. സതീശൻ സർക്കാർ വിമർശനത്തിന് അതീതനാണെന്ന് തെളിയിക്കുന്നു. ഇതൊക്കെയാണോ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പലതും ഉണ്ട്, പലതുമില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അത് നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം മെറ്റ മായ്ച്ചു കളഞ്ഞു. വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുകളെ തുടർന്ന് വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. അപ്പം മെറ്റ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് മെറ്റയ്ക്ക് പോലും പിടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വശം അങ്ങനെ നടക്കുന്നുണ്ട്. ഇനി മനഃപൂർവ്വം സർക്കാർ മെറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അവർക്ക് താല്പര്യമില്ലാത്ത, അവർക്കെതിരെ വരുന്ന വാർത്തകൾ മാറ്റി കളയുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അത് മാറ്റും. ആ കാർഡൊക്കെ അങ്ങനെ പോയിരിക്കും. കുറേ കാർഡുകളുണ്ട്. അതെ, 10 വാർത്താ കാർഡ് 24 മണിക്കൂറിനിടെ അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അത് അപ്രത്യക്ഷമാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടല്ലോ, അവരത് ചെയ്യും. പക്ഷേ വസ്തുനിഷ്ഠമായ വാർത്തകൾ, അതിൻ്റെ കാർഡുകളൊന്നും അങ്ങനെ മായ്ച്ചു കളയാനോ അപ്രത്യക്ഷമാക്കാനോ പാടില്ല എന്നതും ഇതിൻ്റെ ഒരു വ്യവസ്ഥയാണ് ശരിക്കും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പൊളിറ്റിക്കലാണല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഒരു പോസ്റ്റ് വന്നതിനിടയിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കെതിരെ കേസ് വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യുന്നുണ്ട്. വി.ഡി. സതീശനെതിരെയും അങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ ആ വാർത്ത ഡിലീറ്റ് ചെയ്യും. അതിട്ട ആളെ, പോസ്റ്റ് ഇട്ട ആളെ എന്ത് ചെയ്യും? അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. അങ്ങനെ പല കേസുകളുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർക്കാരിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന പോസ്റ്റുകളൊന്നും ഞങ്ങൾ മാറ്റുന്നില്ല, എന്നാൽ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്ന അശ്ലീല ചുവയുള്ള മോശമായിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് മാറ്റുന്നത് എന്നാണ് പറയുന്നത്. അവരിപ്പോൾ അങ്ങനെ മാറ്റാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് അപമാനിക്കുന്നത്, അശ്ലീലം നിറഞ്ഞ തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുള്ള പോസ്റ്റുകളൊക്കെ മാറ്റണം. പക്ഷെ സർക്കാർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു പ്രിടെക്സ്റ്റിൻ്റെ, ഈ ഒരു കാരണത്തിൻ്റെ പുറത്ത് സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ പോസ്റ്റുകൾ മാറ്റിക്കളയും. അതങ്ങനെയാണ്. അത് ഏത് സർക്കാരിൻ്റെയും സ്വേച്ഛാധിപത്യ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഞങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ളതാണ്. എല്ലാ സർക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അവരുടെ രാഷ്ട്രീയ വീഴ്ചകളെ ഓപ്പൺ ചെയ്യുന്ന, തുറന്നു കാണിക്കുന്ന ഒരു വാർത്തയും അവർ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദൗർബല്യത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അവരതൊക്കെ എന്ത് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഇന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല. ഭരണകൂടത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കിങ്ങനെയാണ് എപ്പോഴും കാണാനായിട്ട് കഴിയുക. അത് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയ വിമർശനങ്ങൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തുടച്ചു മാറ്റാനോ ഇല്ലാതാക്കാനോ പരിശ്രമിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയ വിമർശനങ്ങളാണ് ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കി നിർത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയ വിമർശനമില്ല എങ്കിൽ പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രസക്തിയില്ല. ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അങ്ങനെ പക്ഷേ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇഷ്ടമുള്ളതൊക്കെ മുഖ്യമന്ത്രിക്ക് ചെയ്യാനായിട്ട് അനുവാദമില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സതീശൻ്റെ കാര്യത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി കാണാതെ പോയി.
കാണാതെ പോകുന്നത് ശരിയാണ്. പക്ഷേ അതിന് പകരം അദ്ദേഹം പറഞ്ഞ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 146 പേരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ യുക്തി അത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന യുക്തിയല്ല. ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളികൾ കാണുന്നില്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വിഷയം. അതല്ലാണ്ട് 10 കൊല്ലം ഭരിച്ച് പിണറായി ഭരണകാലത്ത് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കില്ല അല്ല അയാളുടെ ജോലി. അതിനല്ല ഇയാളെ കയറ്റിയിരിക്കുന്നത്. ഇയാളുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളെ അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമെന്ന് സംശയം. കാരണം ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയുന്ന ഒരാളെ കാസർഗോഡ് വെച്ച് MDMA-യുമായിട്ട് അറസ്റ്റിലായി. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഈ സോഷ്യൽ മീഡിയയിൽ നൽകിയിരുന്നു. പക്ഷേ ആ വാർത്ത ഇപ്പോൾ കാണാനില്ല. എന്നിട്ട് അതിൽ കയറി നോക്കുമ്പോൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വാർത്തകളോ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്കിനെ അതുപോലെ തന്നെ ഈ യൂട്യൂബിനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് മെറ്റ ഇടപെട്ടുകൊണ്ട് ചില നീക്കങ്ങളൊക്കെ UDF സർക്കാർ നടത്തുന്നു. അതിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ദേശാഭിമാനി, കൈരളി, റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് മലയാളം 24/7 ഇതൊക്കെ തന്നെ CPM അനുകൂല മാധ്യമങ്ങളാണ് എന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന UDF സർക്കാർ ഇത്തരത്തിലുള്ള എതിർപ്പ് കാണിക്കുന്നതാണോ? അല്ല, മാധ്യമങ്ങൾ ആരെ അനുകൂലിക്കുന്നുള്ളത് സർക്കാരിൻ്റെ വിഷയമാകേണ്ട കാര്യമില്ല. ആരെ അനുകൂലിച്ചാലും മാധ്യമങ്ങളായിട്ട് നിലനിൽക്കുന്നു. അവർ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ വസ്തുനിഷ്ഠമാണോ എന്നാണ് സർക്കാർ നോക്കേണ്ടത്. വസ്തുനിഷ്ഠമാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ പാടില്ല. വസ്തുനിഷ്ഠം അല്ലാത്തതാണെങ്കിൽ നീക്കം ചെയ്യുകയും അത്തരത്തിലുള്ള വാർത്ത കൊടുത്തതിന് മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അല്ലേ, അതെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാൾ അയാളെ MDMA ആയിട്ട് പിടി കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാണ്. അതെ, ആ വാർത്ത കൊടുക്കാൻ പാടില്ല എന്ന് ഒരു മാധ്യമത്തോടും പറയാൻ പാടില്ല. കാരണം വാർത്തയാണ് റിമൂവ് ചെയ്യുന്നത്. അല്ല, പ്രത്യേകിച്ച് തൂഫാൻ എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പദ്ധതി, ഒരു പ്രോജക്റ്റ് UDF സർക്കാർ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള കുരിശുയുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തതാണ്. ജനങ്ങളുടെ ഇടയ്ക്ക് നല്ല പോപ്പുലാരിറ്റി ഉണ്ടായ ഒരു പ്രവൃത്തിയാണത്. പക്ഷേ അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ തന്നെ സഹയാത്രികൻ പിടിയിലാവുന്ന വാർത്ത വരുന്നത്. ആ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്, അത് കൊടുക്കണം. ഇയാളുമായിട്ട് തനിക്കുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി വ്യക്തം. ഇയാളായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, വെൻവേറെ ഈ ഓഫീസിലൊക്കെ ചിലപ്പോൾ വരാന്തയിലൊക്കെ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കിയ പ്രശ്നങ്ങളില്ല. വാർത്ത കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളെ പിടിക്കുന്നു, അയാൾക്ക് പല ഗുണ്ടകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാകുന്നു. ഇത് മയക്കുമരുന്ന് ലോകത്ത്, മാഫിയ ലോകത്ത് ഉള്ള ആളുകളുടെ എല്ലാവരുടെയും സ്വഭാവമാണ്. അവർ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് തിരിച്ചറിഞ്ഞ് ഐറ്റിങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ള ജോലിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. മുഖ്യമന്ത്രിക്കുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരം ആളുകൾ കയറി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ആളുകളായി അവർ മാറിയാൽ അത് മുഖ്യമന്ത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ വാർത്ത അമർത്തിയിട്ട് കാര്യമില്ല, വാർത്ത ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാതാക്കണം. എന്ന് വെച്ചാൽ ഇത്തരം ആളുകളെ ഓഫീസിൽ അടുപ്പിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവഹേളിക്കുന്ന തരത്തിൽ നിരവധി പോസ്റ്റുകൾ അതുപോലെ വീഡിയോകളൊക്കെ ഇട്ടിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം മെറ്റ അത് നീക്കിയിരുന്നു. പിന്നീട് നരേന്ദ്രമോദി തന്നെ ഒരു വീഡിയോ സന്ദേശം നൽകിയിരുന്നു. ഈ വീഡിയോ സന്ദേശത്തിൽ വിദ്യാർത്ഥികളോട് ക്ഷമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ. ഇതും 24 മണിക്കൂറും കഴിയുന്നതിന് മുമ്പ് അവർ തിരുത്തി. അപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ആ മെറ്റയുടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയൊക്കെ അധികാരപ്പെട്ടവരെ വിളിച്ചു വരുത്തി ചോദിച്ചു. അപ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. അതുകൊണ്ട് അവർ ആ പോസ്റ്റ് തിരിച്ചിട്ടു. ഇവിടെ ഇപ്പോൾ മോദി പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ മെറ്റ ചെയ്യുന്നു എന്നുള്ള വിമർശനം ഓൾറെഡി നിലനിൽക്കുന്നു. അതുപോലെയാണ് കേരളത്തിൽ ഈ സതീശൻ സർക്കാരിനെതിരായിട്ട് വരുന്ന വിമർശനങ്ങൾ, കാർഡുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നു. അങ്ങനെ നീക്കം ചെയ്യണമെങ്കിൽ മോദി പറയുന്നതെല്ലാം അനുസരിക്കാൻ ഇവിടെ കേരളത്തിലൊരു VD സതീശൻ ഉള്ളത് കൊണ്ടല്ലേ ഈ കേന്ദ്ര സർക്കാർ ഇവരെ സഹായിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അല്ല, സർക്കാരിന് എന്താ പ്രത്യേകത? സർക്കാരിന് ഇതിനൊക്കെയുള്ള അധികാരമുണ്ടല്ലോ, അവരത് നീക്കം ചെയ്യും. മോദിയുമായിട്ട് സതീശന് എന്താണ് വല്ല ശത്രുതലുണ്ട്? ഇല്ലല്ലോ. രണ്ട് സർക്കാർ സംവിധാനങ്ങളാണ്. ഇപ്പോൾ നേരത്തെ പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത് പിണറായി വിജയനെതിരെ പ്രധാനമായിട്ട് ഉയർന്ന ഒരു ആരോപണം മോദിയെ അദ്ദേഹം വിമർശിക്കുന്നില്ല എന്നാണ്. സതീശൻ മോദി വിമർശിക്കുന്നില്ല. ഇല്ല.
ഇവരാരും വിമർശിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മോദിയിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ട ഫണ്ടുകൾ അതേപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തന മേഖലകളിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിയ്ക്കുന്നത്. പിണറായി അത് തന്നെ ആയിരിക്കും ചെയ്തിരിക്കുക, സതീശനും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പിണറായി അത് ചെയ്തപ്പോൾ സതീശൻ അതിശക്തമായിട്ട് അതിന് വിമർശിച്ചിരുന്നു. സതീശൻ ഇങ്ങനെ ചെയ്യുമ്പോൾ പിണറായിയും അതേപോലെ മറ്റാളുകളും ചിലപ്പോൾ വിമർശിച്ചേക്കാം. നമ്മൾ കാണേണ്ടത് എന്താണ്, ഇവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് അത്തരത്തിലുള്ള സ്വകാര്യ ഇടപാടുകൾ വല്ലതുണ്ട്. സ്വകാര്യ ഇടപാടിനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കാരണം എന്താണ്, സതീശൻ്റെ പാർട്ടിക്കാരായ പ്രിയങ്ക ഗാന്ധിയായിട്ടോ രാഹുൽ ഗാന്ധിയായിട്ടോ സോണിയാഗാന്ധിയായിട്ടോ ഒന്നും അത്ര വലിയ അടുപ്പം ആർക്കില്ല. സതീശനില്ല. സതീശൻ പറഞ്ഞത് അവർ കേൾക്കും നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സതീശൻ നരേന്ദ്രമോദിയായിട്ട് എങ്ങനെയാണ് അതിനേക്കാൾ കൂടുതൽ ബന്ധം ഉണ്ടാക്കുക? അത് അങ്ങനെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. ബന്ധമില്ല എന്ന് തന്നെ നമ്മൾ കണക്കാക്കണം. പക്ഷേ വിമർശിക്കില്ല. വിമർശിക്കാതിരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നത് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ്. ഒരു പുതിയ തരം രാഷ്ട്രീയമാണത്. അത് പിണറായി വിജയനും അത് തന്നെയാണ് തുടർന്നിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് പിണറായി വിജയനും മോദിയും തമ്മിൽ അസാധാരണമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു 2, 3, 4, 5 മാസം കഴിയുമ്പോഴേക്കും സതീശനും നരേന്ദ്രമോദിയും തമ്മിൽ രഹസ്യബന്ധങ്ങളുണ്ടെന്ന് വാർത്തകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മോദിക്കെതിരെ സതീശനൊന്നും സംസാരിക്കില്ല. ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വാർത്ത വളർന്നു വരാനായിട്ടുള്ള സാധ്യത ഈ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ മെറ്റ ഇടപെട്ടുകൊണ്ട് സതീശനെതിരെ വരുന്ന പോസ്റ്റുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോട് ചെയ്യുന്നതാണ് എന്ന് എതിരാളികളും ശത്രുക്കളും പറയും. എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതാരും സതീശൻ പറയുമോ മോദിയായിട്ട് ബന്ധപ്പെടാതെയൊക്കെ ഇത് ഞാൻ തന്നെ ചെയ്യിപ്പിച്ചാണെന്ന് പറയില്ല. സതീശൻ്റെയും ആഗ്രഹം എന്താണ്, താൻ മോദിയെ സ്വാധീനിച്ച് ഇതൊക്കെ മാറ്റിയതാണ് എന്ന് കേരളത്തിലെ ആളുകളൊക്കെ വിശ്വസിക്കട്ടെ എന്നായിരിക്കും അയാൾ കരുതുന്നത്. അത്രമാത്രം വലിയ ബന്ധമുള്ള ഒരു ആളാണ് താൻ എന്ന് കേരളത്തിലെ ആളുകൾ ധരിക്കണം എന്ന് കരുതി കൂടിയായിരിക്കും പ്രവർത്തനങ്ങൾ നടത്തുക. ഒന്നാമത്തേത് മുഴുവൻ ഷോ ബിസിനസ്സാണ്. ഒന്നുമില്ല, ആരും ഒന്നും പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല. ഉദ്യോഗസ്ഥന്മാരിൽ നിന്നാണ് എല്ലാം ഇറങ്ങുന്നത്. രാഷ്ട്രീയ നേതൃത്വം വെറുതെയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ താല്പര്യം അനുസരിച്ച് ഒപ്പുവെച്ച് കൊടുക്കും. ഇവർക്കുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇപ്പോൾ നമ്മൾ മെസ്സിയുടെ വിവാദം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കളികളാണ് അതിനകത്ത് പ്രമുഖമായിട്ട് നടന്നത്. ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ പിണറായി വിജയനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ അങ്ങനെ ഒരു സാധനം വന്നിരുന്നു എനിക്കറിയില്ലെന്ന് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാരാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. കാരണം പിണറായി വിജയൻ പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ മാധ്യമ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഏകാധിപത്യപരമാണ്. മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളെ സെൻസർ ചെയ്യുന്ന നടപടി പ്രതിപക്ഷം ഒരിക്കലും വെച്ചു പൊറിപ്പിക്കില്ല എന്ന് പറയുന്നത്. മുമ്പ് പിണറായി വിജയനെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ UDF ഉന്നയിച്ചാണ്, VD സതീശൻ ഉന്നയിച്ചാണ്. പക്ഷേ ഈ VD സതീശൻ ഇനി 5 വർഷം മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഭരണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് VD സതീശൻ്റെ ഭാവി? എപ്പോഴും പറയപ്പെടുന്നത് BJP എപ്പോഴും വളരുന്നത് കോൺഗ്രസിലെ നേതാക്കളെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. അത് പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ കാര്യം എടുത്താൽ നമുക്കറിയാം. സതീശനും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു കാൽവെപ്പിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്നല്ലേ ഈ പിണറായി പറഞ്ഞു വരുന്നതിന് അർത്ഥം? ഇതിൻ്റെ പ്രശ്നം നമ്മൾ പരിശോധിക്കുമ്പോഴേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മഹാരാഷ്ട്രയിലേതുപോലെ അല്ലെങ്കിൽ ആസാമിലെ പോലെ മധ്യപ്രദേശ് പോലെ ഉത്തർപ്രദേശ് പോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ BJPയിൽ ചേർന്ന ചരിത്രം നമുക്കറിയാം. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാവ് BJPക്കാരനായി BJPയുടെ മുഖ്യമന്ത്രിയാണ്. ഹേമന്ത് ബിശ്വയുടെ കാര്യം ഒക്കെ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പലരും അതൊക്കെ ആ സംസ്ഥാനങ്ങൾക്ക് യോജിച്ച രാഷ്ട്രീയ രീതികളാണ്. കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ രീതി സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സതീശൻ ചിലപ്പോൾ RSSുമായിട്ട് RSS നേതാക്കളായിട്ടോ അല്ലെങ്കിൽ BJP ആയിട്ടോ പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാകും.
പക്ഷെ സതീശന് ഒരു RSSകാരനായിട്ടോ BJPക്കാരനായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ നടത്താൻ പറ്റില്ല. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരൊക്കെ ഇങ്ങനെ പോയിട്ടില്ലേ, അതുകൊണ്ട് സതീശന് പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എതിരാളികൾ എന്ത് ചെയ്യും? സതീശനെ അങ്ങനെ പറയും. കാരണം സതീശൻ പല കാര്യങ്ങളും നിശബ്ദനാണ്. ഇപ്പോൾ സർവകലാശാലകളുടെ കാര്യങ്ങളിൽ ഗവർണർ ഇടപെടുന്ന ഒരു കാര്യത്തിലും സതീശൻ ഇടപെടുന്നില്ല. എതിരായിട്ട് ഗവർണർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഗവർണറുടെ അധികാര പദവിക്ക് പുറത്തും അദ്ദേഹം ചെയ്യാം. കാരണം പല മീറ്റിങ്ങുകളൊക്കെ നേരിട്ട് അദ്ദേഹം വിളിച്ച് സർക്കാരിൻ്റെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു വിട്ടിരുന്നത് അത് ഒരിക്കലും ഗവർണർക്ക് അധികാരമുള്ളതല്ല. പക്ഷേ അതിനെയും സതീശൻ എന്ത് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു സമരത്തിനില്ല. അതുകൊണ്ട് ഗവർണറുമായിട്ട് സമരത്തിനില്ല. ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട് പറ്റുമോ എന്ന അന്വേഷണമാണ് സതീശൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അങ്ങനെ സതീശൻ പ്രവർത്തിക്കുമ്പോൾ പ്രതിപക്ഷം CPM ഒക്കെ പറയും, നോക്കൂ സതീശൻ പുതിയ RSS നേതാവാണ്. എന്നാൽ ഇത് രാഷ്ട്രീയമായിട്ട് ഉയർത്തപ്പെടുന്ന ആരോപണം മാത്രമാണ്. കേരളത്തിന് പുറത്തായിരുന്നെങ്കിൽ അതൊക്കെ ശരിയാകുന്ന ഒരു വാർത്തയായി മാറുമായിരുന്നു. കാരണം അവിടെ അങ്ങനെ പെട്ടെന്ന് പോകുന്ന രീതികളും അംഗീകരിക്കപ്പെടുന്ന രീതിയുണ്ട്. കേരളത്തിൽ പോകുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കരുണാകരൻ്റെ മകൾ പോയല്ലോ, BJPക്കാർ. AK ആൻ്റണിയുടെ മകനും BJPക്കാരനെ. ഇപ്പോൾ പോകില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് കേരളത്തിൽ കാര്യമായ അംഗീകാരമൊന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഈ രാഷ്ട്രീയ നേതാക്കളും പോകുന്നവരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് വലിയ നേതാക്കളുടെ ഒഴുക്ക് BJPയിലേക്ക് ഇല്ലാതാവുക. BJPയിൽ പോയ പെട്ടെന്ന് അവരെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് MP ആയിട്ട് MLA ആയിട്ടൊക്കെ മത്സരിപ്പിക്കും, അക്കോമഡേറ്റ് ചെയ്യും. പക്ഷെ ജയിക്കില്ല. ജയിക്കും എന്നുള്ളൊരു കണ്ടീഷൻ വന്നാൽ ഇങ്ങനെ ആയിരിക്കില്ല ഇവരൊക്കെ പോകുന്നത്. കൂട്ടത്തോടെ ഓടിപ്പോകുന്ന കാഴ്ച ചിലപ്പോൾ നമുക്ക് കാണാം. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയാൽ മാത്രം നടക്കുന്ന കാര്യം. അപ്പോൾ നിലവിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവ് തന്നെയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുതെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ നടപ്പാകില്ല എന്ന് വളരെ കൃത്യമായ ഒരു സന്ദേശം പറയുന്നുണ്ട്. അതുകൊണ്ട് VD സതീശൻ പറയുന്നത് ഞാനായിട്ട് ഇടപെട്ട് വാർത്തകളൊന്നും നീക്കുന്നില്ല, നിലപാടുകൾ ഇതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. അല്ല, സതീശന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനാണെന്ന് നീക്കുമെന്ന് സതീശൻ പറയില്ല. സതീശൻ പക്ഷെ അങ്ങനെ ഈ വിമർശനങ്ങളെ ഇഷ്ടപ്പെടുന്ന നേതാവൊന്നുമല്ല. വിമർശിക്കുന്ന ആളുകളോട് വളരെ വിമുഖത കാണിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല മീറ്റിങ്ങുകളിലും അവരുടെ മുഖത്ത് പോലും നോക്കാതെ തിരിഞ്ഞിറങ്ങുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെതിരെ അതിശക്തമായിട്ടുള്ള കാർട്ടൂണുകളും വിമർശനങ്ങളൊക്കെ വരുമായിരുന്നു. അവരെയൊക്കെ അധികം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കാരണം ജവഹർലാൽ നെഹ്റു വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ആയിട്ടില്ല സതീശൻ. അതുകൊണ്ട് സതീശനത് ഇഷ്ടമാവാൻ സാധ്യത കുറവാണ്.